ഇസ്ലാം പ്രിയപ്പെട്ട സഖാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം കൂട്ടായ്മയുടെ അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, രക്ഷാധികാരി, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, മറ്റ് അഡ്മിൻ സഖാക്കൾ, സർവോപരി കൂട്ടായ്മയിലെ മുഴുവൻ സഖാക്കളെല്ലാവരെയും ഏറ്റവും ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. സഖാക്കൾക്കൊക്കെ അറിയുന്നത് പോലെ ഇന്നേക്ക് പാടിക്കുന്നിൽ രക്തസാക്ഷി സഖാക്കളായ രൈരു കുട്ടിയപ്പയും ഗോപാലനുമൊക്കെ ഓർമ്മകളായിട്ട് അനശ്വരതയിലേക്ക് നക്ഷത്രങ്ങളായി മാറിയിട്ട് 74 വർഷം തികയുകയാണ്. 1950 മെയ് 3 അർദ്ധരാത്രിയോടെയാണ് സഖാക്കളെ പോലീസുകാർ പാടിക്കുന്നിൻ്റെ മുകളിൽ നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നത്. കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഈ ക്രൂരകൃത്യം നടന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കർഷക സംഘത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ ജന്മിനാടുവാഴിത്തത്തിനെതിരായ പോരാട്ടങ്ങൾ ശക്തിപ്പെട്ടതോടെ കോൺഗ്രസ്സുകാരും MSPക്കാരും നിരവധി തവണ മയ്യിലിൽ അന്ന് നരനായിട്ട് നടത്തിയിരുന്നു. ഒളിയിൽ പ്രവർത്തിച്ചിരുന്ന രൈരു നമ്പ്യാരെ ചെറുവഴശ്ശിയിൽ നിന്നും കുട്ടിയപ്പയെ മുല്ലക്കൊടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ കോൺഗ്രസിൻ്റെ ഒത്താശയോടെ പോലീസുകാർ തന്നെ കള്ളജാമ്യത്തിലെടുത്താണ് പാടിക്കുന്നിൽ കൊണ്ടുവന്നതെന്ന് നമ്മൾ വായിച്ചറിഞ്ഞതാണ്. കൈരളം പോലീസ് ക്യാമ്പിൽ നിന്ന് ഗോപാലിനെയും ഇവിടെ കൊണ്ടുവന്ന് നിരത്തി നിർത്തിയതിന് ശേഷം സഖാക്കളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുർദാബാദ് എന്ന് വിളിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസുകാർക്ക് നേരെ കാറിത്തുപ്പിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ച സഖാക്കൾക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയും കൊല്ലപ്പെട്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. പാടിക്കുന്ന രക്തസാക്ഷികളുടെ ഓർമ്മകൾ നമുക്ക് മുന്നോട്ടുള്ള പോരാട്ടങ്ങൾക്കുള്ള ഊർജമാണ്. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്രദേശമായിരുന്നു അന്ന് പാടിക്കുന്ന്. സമുദ്രനിരപ്പിൽ നിന്നും 200 അടിയോളം ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴവിടെ പാടിക്കുന്ന് അടിവാരം, പാടിക്കുന്ന് തീർത്ഥം ഗുഹ എന്നിങ്ങനെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി അറിയപ്പെടുന്നുണ്ട്. 1950 മെയ് 4 കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ സഖാക്കളെ വെടിവെച്ചു കൊന്നത്, MSPക്കാർ വെടിവെച്ചു കൊന്നത് ഈ പാടിക്കുന്നിൽ വെച്ചായിരുന്നു. കർഷകരെയും പാവപ്പെട്ടവരെയും സ്നേഹിച്ച ഒരു പ്രദേശത്തിൻ്റെ ആകെ കണ്ണിലുണ്ണികളായ ധീരസഖാക്കളുടെ നെഞ്ചിൻകൂട് തുളച്ചുകൊണ്ട് അന്നത്തെ നരാധമനായ ഇൻസ്പെക്ടറുടെ നിറതോക്കിൽ നിന്നും വെടിയുണ്ടകൾ പാഞ്ഞുപോയി. മരണത്തിനു പോലും തോൽപ്പിക്കാൻ കഴിയാതെ ആ സഖാക്കൾ ശരീരത്തിലെ അവസാന തുള്ളി ചോരയും ഒഴുകിത്തീരും വരെ ഉച്ചത്തിൽ വിളിച്ചു, ഇൻകുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. രൈരു നമ്പ്യാർ, കുട്ടിയപ്പ, MV ഗോപാലൻ 3 ധീരസഖാക്കളും രക്തസാക്ഷിത്വത്തിൻ്റെ അനശ്വരതയിലേക്ക് ഉയർന്നുപോയി. നമുക്ക് സ്മരിക്കാം ആവേശത്തോടെ, അഭിമാനത്തോടെ ഈ ധീരരക്തസാക്ഷികളെ. കണ്ണൂർ ജില്ലയിൽ വിപ്ലവ പ്രസ്ഥാനത്തിന് ഏറെ വളക്കൂറുള്ള മണ്ണായിരുന്നു ചുവന്ന ഫർക്ക എന്നറിയപ്പെടുന്ന ഇരിക്കൂർ ഫർക്ക. ഇരിക്കൂർ ഫർക്കയുടെ ഭാഗമായിരുന്നു അന്ന് കൊളച്ചേരി, മയ്യിൽ, കണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇരിക്കൂർ ഫർക്കയുടെ ഭാഗമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന് ആവേശപൂർവ്വം ഓർക്കാൻ സാധിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളും ചരിത്രത്തെ സമ്പന്നമാക്കിയ നിരവധി നേതാക്കളുടെ പ്രവർത്തന കേന്ദ്രവുമായിരുന്നു ഈ മേഖല. മദിരാശി കേരള നിയമസഭകളിൽ അംഗമായിരുന്ന കർഷക അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവ് TC നാരായണൻ നമ്പ്യാർ, കർഷക പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന VM വിഷ്ണു നമ്പീശൻ എന്ന ഭാരതീയൻ, ചരിത്രത്തിൻ്റെ കാവൽക്കാരനെന്ന് P കൃഷ്ണപിള്ള വിശേഷിപ്പിച്ച E കുഞ്ഞിരാമൻ നായർ, EP കൃഷ്ണൻ നമ്പ്യാർ, KK കുഞ്ഞനന്ദൻ നമ്പ്യാർ എന്നിവരൊക്കെ ഈ പ്രദേശത്തുകാരായിരുന്നു. കർഷക സംഘത്തിൻ്റെ സംഘാടകനും ആദ്യ സെക്രട്ടറിയുമായിരുന്ന
കടയപ്പുറത്ത് കുഞ്ഞപ്പ എന്ന KA കേരളീയൻ, മൊറാഴ സംഭവത്തിലെ പ്രധാന പ്രതികളിൽ ഒരാളായിരുന്ന അറാക്കൽ കുഞ്ഞിരാമൻ എന്നിവരുടെ പ്രവർത്തന മേഖലയും ഈ കൊളച്ചേരിയായിരുന്നു. EMS, KPR ഗോപാലൻ തുടങ്ങിയവരുടെ ഇടപെടലുകളും കൂടിയായപ്പോൾ ഈ മേഖല നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുകയാണ് ചെയ്തത്. ഇരിക്കൂർ ഫർക്കയിൽപ്പെട്ട പ്രദേശങ്ങളുടെ ഭൂതകാലം അതിഭീകരമായിരുന്നു. കല്യാട്ട യശ്വമാൻ, കരക്കാട്ടിടം നായനാർ, കരുമാത്ത് ജന്മി എന്നിവരായിരുന്നു നാടുവാഴികൾ. എത്രയുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാത്ത അത്രയും ഭൂസ്വത്തിൻ്റെ ഉടമകളായിരുന്നു ഈ ജന്മിമാർ. നാടുവാഴികൾ കൽപ്പിക്കുന്നത് അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട സാധാരണ മനുഷ്യർ, നിഷേധികളെ തൂക്കിക്കൊല്ലാൻ തൂക്കുമരങ്ങൾ വരെ സ്വന്തമായി ഉണ്ടായിരുന്നവർ, അവരുടെ അധികാര നുകത്തിൻ കീഴിൽ ഞെരിഞ്ഞമർന്ന് ജീവിതം നരകതുല്യമായിരുന്ന കർഷകരും കർഷക തൊഴിലാളികളും ഒരു ഭാഗത്ത്, വാശി, നുരി, വെച്ചുകാണൽ, പാട്ടം തുടങ്ങിയ അക്രമ പിരിവുകൾ കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ. ഈ വ്യവസ്ഥയ്ക്ക് അറുതി വരുത്തണമെന്ന സന്ദേശവുമായി എത്തിയ നേതാക്കളുടെ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് 1935 ജൂലൈ 13 നണിയൂരിൽ വിഷ്ണുഭാരതീയൻ പ്രസിഡൻറ്റും KA കേരളീയൻ സെക്രട്ടറിയുമായി ആദ്യ കർഷക സംഘം രൂപം കൊണ്ടത്. ഈ സംഭവം മലബാറിലാകെ വമ്പിച്ച അലയൊലികൾ സൃഷ്ടിച്ചു. തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് കർഷകരും കർഷക തൊഴിലാളികളും ബോധവാന്മാരാവുകയും സംഘടിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും നടക്കുകയും ചെയ്തു. ജന്മിമാരുടെയും ഗുണ്ടകളുടെയും അതിക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർക്ക് മുന്നിൽ കർഷക സംഘം പുതിയ വഴിവിളക്കായി നിലകൊണ്ടു. കർഷക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ജന്മിമാർ ഗുണ്ടകളെ ഉപയോഗിച്ച് പ്രവർത്തകരെ ക്രൂരമായി വേട്ടയാടി. 1942-46 കാലത്ത് നടന്ന രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കെടുതികളായെത്തിയ ഭക്ഷ്യക്ഷാമവും കോളറയും മൂലം മരിക്കുന്ന സ്ഥിതിയുണ്ടായപ്പോൾ ജന്മിമാർ സംഭരിച്ചും പൂഴ്ത്തിയും വെച്ചിരുന്ന നെല്ലെടുത്ത് പട്ടിണി കിടക്കുന്നവർക്ക് വിതരണം ചെയ്യാൻ കർഷക സംഘം തീരുമാനിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം ധീരമായ പ്രവർത്തനങ്ങൾ നടന്നു വന്നു. ജന്മിമാർ പോലീസിനെയും ഗുണ്ടകളെയും ഒക്കെ ഉപയോഗിച്ച് ഇതിനെ നേരിട്ടപ്പോൾ കർഷക സംഘം പ്രവർത്തകരെ സംഘടിപ്പിച്ച് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൈരളം മേഖലയിലെ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രധാന പ്രവർത്തകരായിരുന്നു കുട്ടിയപ്പയും രൈരു നമ്പ്യാരും ഗോപാലനും. 1940 രൈരു നമ്പ്യാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാകുന്നത്. മുല്ലക്കൊടിയിലെ നിർധന കുടുംബത്തിലെ ഒരംഗമായി ജനിച്ച കുട്ടിയപ്പ ബാലസംഘം പ്രവർത്തനത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകനായത്. ദാരിദ്ര്യം കാരണം ചെറുപ്പത്തിൽ തന്നെ വള്ളത്തിൽ സഹായിയായി ജോലി ചെയ്യുകയായിരുന്നു കുട്ടിയപ്പ ചെയ്തിരുന്നത്. കണ്ടക്കൈയിലെ പെരുവങ്ങൂരിലാണ് ഗോപാലൻ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷിപ്പണിയിലേർപ്പെട്ടു. അതിനിടയിലായിരുന്നു ആ സഖാവിൻ്റെ പൊതുപ്രവർത്തനം. നാടക നടൻ, വോളിബോൾ കളിക്കാരൻ, നാട്ടുവൈദ്യൻ എന്നിങ്ങനെയും ഗോപാലൻ പ്രസിദ്ധനായിരുന്നു. നെല്ല് പിടിച്ചെടുക്കൽ സമരം, കണ്ടക്കൈയിലെ പുല്ലുപറിക്കൽ സമരം, കലങ്കെട്ട് വിളവെടുപ്പ് സമരങ്ങൾ തുടങ്ങിയ കർഷക മുന്നേറ്റങ്ങൾ ഈ മേഖലയിൽ നടന്നത് ഇവരുടെ നേതൃത്വത്തിലായിരുന്നു. ഈ സംഭവങ്ങൾ ജന്മിമാരുടെ ഉറക്കം കെടുത്തി. സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഫലിക്കുന്നില്ലെന്ന് വന്നപ്പോൾ പ്രധാന പ്രവർത്തകരെ വകവരുത്തുന്നതിന് അവർ നീക്കം തുടങ്ങി. ഇതിനായി അവർ ക്രൂരതയുടെ പര്യായമായ സർക്കിൾ ഇൻസ്പെക്ടർ റേയുടെ സഹായം തേടി. ഒരു ദിവസം മുല്ലക്കൊടിയിലെത്തിയ കുട്ടിയപ്പയെ ഒരു ഗുണ്ടാത്തലവൻ്റെ സഹായത്തോടെ കസ്റ്റഡിയിലെടുത്താണ് പോലീസ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തത്. ചെറുപഴശ്ശി എന്ന സ്ഥലത്ത് വെച്ച് ഗുണ്ടകളാണ് രൈരു നമ്പ്യാരെ പിടിച്ച് വളവട്ടണം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കുന്നത്. മുല്ലക്കൊടിയിൽ വെച്ച് ഒരു കോൺഗ്രസ് നേതാവിനെ അടിച്ചു എന്ന കള്ളക്കേസുണ്ടാക്കിയാണ് ഗോപാലനെ അറസ്റ്റ് ചെയ്ത് MSPക്കാർ അവിടെ തന്നെ സജ്ജീകരിച്ച ലോക്കപ്പിൽ അടച്ചത്. രൈരു നമ്പ്യാർ, കുട്ടിയപ്പ എന്നിവരെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ജാമ്യത്തിലെടുക്കുകയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറക്കി ഇൻസ്പെക്ടർ റേയുടെ നേതൃത്വത്തിൽ ഇരുവരുടെയും കണ്ണുകൾ കെട്ടി പാടിക്കുന്നിലെത്തിക്കുകയായിരുന്നു. കേരളത്തെ MSP ക്യാമ്പിൽ നിന്നും ഗോപാലിനെയും ഇവിടേക്ക് എത്തിച്ചു. റോഡിൽ നിന്നും മാറ്റി നിർത്തി പാടിക്കുന്നിലെ
ഏറ്റവും ഉയർന്ന പാറയ്ക്ക് മുകളിൽ കയറ്റി നിർത്തിയാണ് ഈ സഖാക്കളെ വെടിവെച്ചു കൊന്നത്. വെളിച്ചത്തെ ഭയക്കുന്നവർ കനത്ത ഇരുട്ട് കട്ടകെട്ടി നിൽക്കുന്ന അർദ്ധരാത്രിയിലാണ് 1950 മെയ് 4 ഈ ക്രൂരകൃത്യം ചെയ്തത്. പാടിക്കുന്ന് രക്തസാക്ഷിത്വം സാമ്രാജ്യത്വത്തിനും ജന്മത്വത്തിനുമെതിരായ സമര സംഭവങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. വെടിവെച്ചു കൊല്ലുവാൻ മാത്രമായി കള്ളജാമ്യത്തിലെടുത്തും കള്ളക്കേസ് ചുമത്തിയും 3 സഖാക്കളെ കൊണ്ടുവന്ന് നിരത്തി നിർത്തി വധിച്ച സംഭവം ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് ആ ധീര പോരാളികൾ ഉയർത്തിയ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം 4 ദിക്കിലും പ്രതിധ്വനിച്ചു. നേതാക്കന്മാരെ വധിച്ചാൽ പ്രസ്ഥാനം തകരുമെന്ന് കരുതിയായിരുന്നു ആ 3 പേരെയും വെടിവെച്ചു കൊന്നത്. എന്നാൽ അവരുടെയൊക്കെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ധീര രക്തസാക്ഷികൾ ആകാശത്ത് രക്തതാരകങ്ങളായി കൂടുതൽ പോരാട്ടങ്ങൾക്കും പോരാളികൾക്കും പിന്നെയും വെളിച്ചമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. പാടിക്കുന്ന് രക്തസാക്ഷികളുടെ പ്രസ്ഥാനം കൂടുതൽ കരുത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയുന്ന കാര്യമാണ്. നമ്മുടെ പൂർവികരായ സഖാക്കൾ അവരുടെ ജീവനും ജീവിതവും ത്യാഗം ചെയ്തുകൊണ്ട് പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിൻ്റെ കീഴിലാണ് നമ്മൾ ഇന്ന് വർഗീയതയ്ക്കെതിരെ പോരാടാൻ അണിനിരക്കുന്നത് എന്നുള്ള ബോധ്യം ഓരോ സഖാക്കൾക്കും പകരുന്നത് ഊർജവും ആവേശവുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പാടിക്കുന്ന് രക്തസാക്ഷികളുടെ മായാത്ത സ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ലാൽ സലാം.